നമസ്കാരം. എല്ലാവർക്കും ഷാബിഷിൻ്റെയും വിതിൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. AP ഉദയഭാനു എന്ന പഴയ ഗായകൻ്റെ 11ാമത് ചരമവാർഷിക ദിനമാണ് ഇന്ന്. ആ മഹാത്മാവിൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ട് ഇന്ന് നമ്മൾ പറയുന്ന വിഷയം 100 ആണ്ട് തികയാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു. 100 ആണ്ട് തികയാൻ പോകുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു. എൻ്റെ സാധാരണ ശ്രോതാക്കളോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സഖാക്കളോടും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്തുകൊണ്ട് നാം തോറ്റു? ലളിതമായ ചോദ്യം, ലളിതമായ ഉത്തരം. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത സഖാക്കളോട് വേണ്ടി പറയണം. ഇന്ത്യയുടെ സാമൂഹ്യ പശ്ചാത്തലം അല്ലെങ്കിൽ സാമുദായിക പശ്ചാത്തലം ഏതാണ്ട് 85%, 88% പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങളും 12% സവർണ വിഭാഗവും അല്ലെങ്കിൽ മുന്നോക്ക വിഭാഗവും. ഇതിൽ 2% ബ്രാഹ്മിൻസ്. ഒരു കാര്യം മനസ്സിലാക്കണം, ടോട്ടൽ ജനസംഖ്യയിൽ 2% ബ്രാഹ്മിൻസ്. ഏതാണ്ടും അത്ര തന്നെ ക്രിസ്ത്യൻസും ഉണ്ട്. ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ, അവിടെ മുതൽ തുടങ്ങാം, അതാണല്ലോ പ്രധാന ഏറ്റവും വലിയത്. പോളിറ്റ് ബ്യൂറോയിൽ ഏതാണ്ട് 90% ആൾക്കാരും ഈ 2% ബ്രാഹ്മിൻസിൽ നിന്നാണ്. നാളിതുവരെ അത് അറിയണമെങ്കിൽ മാവോ സേതൂങ്ങിൻ്റെ കാലത്ത്, അദ്ദേഹം ഉള്ള കാലത്ത് 64 കാലഘട്ടത്തിൽ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിളർന്നതിന് മുമ്പ്, പിളർന്ന ശേഷം പോളിറ്റ് ബ്യൂറോ 65 കാലഘട്ടത്തിൽ, 66 പിളർന്നത്, 11 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുണ്ടായി. 11 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ചൈന സന്ദർശിക്കാൻ പോയി. അപ്പോൾ ഒരു രാജ്യത്ത് മറ്റു രാജ്യത്തേക്ക് സന്ദർശിക്കാൻ പോകുമ്പോൾ അവരെ ഹിസ്റ്ററി, അവരുടെ ഭക്ഷണ രീതി, അവർ താമസ സൗകര്യം, ഇതൊക്കെ ഏകദേശം നമ്മൾ ബയോഡേറ്റ പറയുമ്പോൾ ആവശ്യപ്പെടും. അതനുസരിച്ച് അവർ ചെയ്യും. അങ്ങനെ ബയോഡേറ്റ മനസ്സിലാക്കിയ മാവോ സേതൂങ് ചോദിച്ചു, 2% ബ്രാഹ്മിൻസിനെ കൊണ്ട് 11 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരിൽ 9 പേരും അവരായ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇന്ത്യയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന സാക്ഷാൽ മാവോ സേതൂങ് ചോദിച്ചു. എത്ര കറക്റ്റായത്! കേവലം 2 MP തുടങ്ങിയ BJP ഇന്ന് ഏകപക്ഷീയമായിട്ട് ഭരിക്കുന്നു. ഇപ്പൊരൽപ്പം പ്രശ്നമുണ്ടെങ്കിലും ഇതിനോട് താരതമ്യം ചെയ്യുന്ന വേറൊരു പാർട്ടിയുണ്ട് ഇന്ത്യയിൽ. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം. അവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഡി എന്ന് വെച്ചാൽ കേന്ദ്ര ബിന്ദു. ആ 25% എന്ന ഈഴ വിഭാഗത്തിൽ എത്ര 4-5 മന്ത്രിയുള്ളൂ. കേവലം 10% നായർ വിഭാഗത്തിനുണ്ട് 11 മന്ത്രിയുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ. ഇപ്പോൾ ഗണേഷ് ഉൾപ്പെടെ 12 തോന്നുന്നു. മുസ്ലിം സമുദായത്തിനില്ല, ക്രിസ്ത്യൻ സമുദായത്തിനും പേരുള്ളതിലുള്ളൂ. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പോളിറ്റ് ബ്യൂറോ നയിക്കുന്ന, അന്ന് പ്രകാശ് കാരാട്ടല്ല, അന്ന് യെച്ചൂരിയായിരുന്നു. യെച്ചൂരി നാളെല്ലാം മരിച്ചത്. ഈ പ്രകാശ് കാരാട്ട് നായർ വിഭാഗത്തിൽപ്പെട്ടാണ്, യെച്ചൂരി രാമനാണ്. ഈ പിണറായി സഖാവ് ഈ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ലിസ്റ്റൊന്നും കേന്ദ്ര കമ്മിറ്റി എന്ന നിലയിൽ അല്ലെങ്കിൽ സെക്രട്ടറി എന്ന നിലയിൽ നിങ്ങൾ കിട്ടൂലേ? നിങ്ങൾ നോക്കിയോ ഇന്ത്യയിലെ കേരളത്തിലെ സാമുദായിക വലിപ്പം അല്ലെങ്കിൽ എണ്ണം? ചിന്തിച്ചാണില്ല. കേവലം 10% വിഭാഗം എറുമി ഇരിക്കുകയായിരുന്നു, ക്ഷമിച്ച്. അതാണ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ആലപ്പുഴയിലൊക്കെ പ്രതികരിച്ചത്, BJPക്ക് വോട്ട് കിട്ടിയത്. ഇനി കോൺഗ്രസിൻ്റെ കാര്യം എടുത്താലോ, ഇത് ഈഴ വിഭാഗത്തിൽ 70-80% LDF അനുഭാവികളും അല്ലെങ്കിൽ CPM-മാരാണ്. ബാക്കി 20%-ലാണ് നല്ല ശതമാനം BJPക്ക് അനുഭവം. ബാക്കി 10% ഈഴ വിഭാഗത്തിൽ കോൺഗ്രസ് കിട്ടുന്നത്. ഈ 10% കോൺഗ്രസ് കിട്ടുമ്പോൾ നേരത്തെ 20% കിട്ടുമായിരുന്നു. 20% കിട്ടുമ്പോൾ മാത്രം അനുഭവമുള്ള ഒരു
അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടാണ് LDF ഇങ്ങനെ അവഗണിക്കുന്നു, UDF ഇങ്ങനെ അവഗണിക്കുന്നു. പിന്നെ അവരെന്താ ചെയ്യുക? BJP ചായും. അത് വലിയ മരത്തെ ചോട്ടിൽ നിൽക്കുന്ന ഒരു മരം, വലിയ മരം തടസ്സമായി നിൽക്കും, അത് ചായും, പുറത്തേക്ക് പോകാൻ ശ്രമിക്കും. അതെന്ന് പറയുന്നത് ആരും പറയാത്ത കാര്യമാണ്. കാലാകാലങ്ങളായി മുസ്ലിം ലീഗ് ഭരിച്ചിരുന്നപ്പോൾ പിന്നെ വിദ്യാർത്ഥി ആഘോഷങ്ങൾ, കലാപരിപാടികളിൽ ഒരു സമുദായത്തെ മാത്രം പ്രത്യേകം കാണിക്കുന്നു. ഗസയിലെ കുഞ്ഞുങ്ങളെ കൊന്നതിനെക്കുറിച്ച് കാണിക്കുന്നു. എങ്കിൽ ഇസ്രായേലിലെ കുഞ്ഞുങ്ങളെ കൊന്നെന്തേ കാണിക്കാത്ത? എൻ്റെ മാത്യു സാമുവലെ, ഇന്നലെ PC ജോർജ് ഒരു കള്ളൻ പറഞ്ഞല്ലേ, PC ജോർജ് കള്ളനോട് ഞാൻ ചോദിച്ചു, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരു ക്രിസ്ത്യൻ നേതാവ് അല്ലെങ്കിൽ പിന്നാണ് സ്വാതന്ത്ര്യ സമര പഠനം മരിച്ചായിട്ട് കാണിക്കാവുന്ന നിങ്ങൾക്ക് ഇല്ല. അവരെല്ലാം ബ്രിട്ടീഷുകാരെ കൂടുതൽ കാല് നക്കി ആനുകൂല്യം പറ്റായിരുന്നു. ഇത് രാജാവിൻ്റെ കാലത്ത് അവിടുന്ന് ആനുകൂല്യം പറ്റി, ബ്രിട്ടീഷുകാരുടെ ആനുകൂല്യം പറ്റി, പിന്നീട് കോൺഗ്രസ് വന്നപ്പോൾ അവർ ആനുകൂല്യം പറ്റി, ഇപ്പോൾ BJP ആനുകൂല്യം പറ്റാൻ പോകുന്നു. ഇല്ലെങ്കിൽ ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ണായ സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി എങ്ങനെ ക്രിസ്ത്യൻ സമുദായത്തിന് കിട്ടി? അവർ കാശ് കൊടുത്ത് വാങ്ങിച്ചാണോ? അല്ല, കാലാകാലങ്ങളിൽ അനുവാദിച്ച് എഴുതി വാങ്ങിച്ചാണ് ഫ്രീ ആയിട്ട്. അത് കണ്ണായ സ്ഥലം ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങളിലും എറണാകുളം, ഈ കൊച്ചി എറണാകുളം സിറ്റിയിൽ പോലും കണ്ണായ സ്ഥലം മുഴുവൻ ചർച്ചിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭയുടെ പേരിലല്ലേ, കയ്യിലല്ലേ കണ്ണായ സ്ഥലം ഇരിക്കുന്നത്. ഇതെങ്ങനെ കിട്ടി? ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയാണ് ഈ പാവം മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലേക്ക് കള്ളൻ ജോർജിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഇവിടെ പൊയ്ക്കൊള്ളുന്നു. ഇതിനൊക്കെ സഭ ഒന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ആ ചതിവും തട്ടിപ്പൊക്കെ സംഘപരിവാർ മനസ്സിലാക്കിയിട്ടുണ്ട്. തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ ചില ഗിമ്മിക്കുകൾ കാണിക്കും. ആ ഗിമ്മിക്കുകൾ പോലെയാണ് ഇപ്പോൾ ബൈബിളും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ എന്താണ് കേക്ക് കേട്ട് വരുന്നത്. അത് അവരെ നിങ്ങൾ നമ്പയൊന്നും വേണ്ട, അത് അവരെ നിങ്ങൾ ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഈ പിന്നീട് ഒരു കാര്യം പറയുന്നതാണ്, മാത്യു സാമുവലെ, കുഞ്ഞു മക്കളെ 1 വയസ്സ് 2 വയസ്സ് കുഞ്ഞു മക്കളെ വീടിന് അല്ലെങ്കിൽ താമസത്തിൽ ഉറങ്ങിക്കിട കുഞ്ഞുങ്ങൾ മക്കളാണ് കോടികൾ മുടക്കി ബോംബിട്ട് കൊല്ലുന്നത്. അതും പരസ്യമായിട്ട് ഗസയിലെ നേതാക്കൾ ഹമാസ് ഇസ്രായേലിലേക്ക് ചെല്ലാൻ തുറന്നു കൊടുത്തു. മാത്യു സാമുവൽ അറിയില്ല പറയാണ്, തുറന്നു കൊടുത്തു. അവരെ കമ്മ്യൂണിക്കേഷൻ വിങ് കംപ്ലീറ്റ് ഓഫായത് മാത്രമല്ല, അവരാ റൂം ഗേറ്റ് തുറന്നു നടക്കായിരുന്നു, വന്ന് കയറിക്കുമെന്ന് പറഞ്ഞു. അത് 2 ഒന്നാണോ മാത്യു സാമുവലെ? മാത്യു സാമുവൽ കുറേ കാലം വിദേശത്തൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞത് പല ഇതൊക്കെ ശരിയാണോ മാത്യു സാമുവൽ? അന്ധമായി വിരോധം ഉണ്ടാകാം. ഇത് രണ്ടുപേരും ആരും പറയാത്ത കാര്യം മാത്യു സാമുവൽ വായിക്കുന്നത്. വർഷങ്ങളായിട്ട് മുസ്ലിം ലീഗ് ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ്, അത് അവിടെ കൊണ്ടുവന്ന് ഒരു പ്രത്യേക സമുദായത്തിന് മാത്രം പ്രവർത്തിക്കുന്നവർ. ഇത് കേട്ട പാവപ്പെട്ട ക്രിസ്ത്യൻ സമുദായം എന്താ ധരിക്കുക, അല്ലെങ്കിൽ ഹിന്ദു സമുദായം എന്താ ധരിക്കുക? ഇത്രയും അനീതിയാണെന്ന് അവർ സ്വാഭാവികമായിട്ട് ഞങ്ങളെപ്പോലെ അത്ര വിശദമായിട്ട് പഠിക്കുന്നില്ലല്ലോ. അവിടെ മാത്യു സാമുവൽ അത് വരുത്ത ശക്തിയൊന്നും ഇന്ത്യയിൽ നിങ്ങൾക്കില്ലെന്ന് മനസ്സിലായിരിക്കും. ചില തന്ത്രമയമായ രീതിയിൽ അല്ലെങ്കിൽ ബുദ്ധിപരമായ രീതിയിൽ സപ്പോർട്ട് ആളുണ്ടായാലും ചില പ്രധാന മേഖലകളൊക്കെ നിങ്ങളുടെ കയ്യിലാണെന്നറിയാം എന്ന് വിചാരിച്ച് അക്ഷരമായിട്ട് എതിർക്കാൻ പറ്റിയ ഒന്നും കപ്പാസിറ്റി ഒന്നും ഇന്ത്യയിൽ ഇല്ല കേട്ടോ. അത് മനസ്സിലാക്കാൻ സാധനം പോലെ അത് മനസ്സിലാക്കിയില്ലേ അപകടമാണ്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നിപ്പോൾ നയിക്കുന്ന ആരാണ്? കേരളത്തിൽ നായർ സമുദായവും കേരളം വിട്ടാൽ ബ്രാഹ്മണനുമാണ്. കാരണം ഡൽഹിയിലെ ആധിപത്യം ഏത് ഭരണം വന്നാലും ബ്രാഹ്മിൻസിൻ്റെ കയ്യിലാണ്. ട്രിവാൻഡ്രത്തിന് ആധിപത്യം ഏത് ഭരണം വന്നാലും നായരുടെ കയ്യിലാണ്. അവർ വിചാരിക്കുമ്പോൾ അവിടെ കയ്യിൽ നടക്കുകയുള്ളൂ. ഡൽഹിയിലാണ് ഈ ബ്രാഹ്മിൻസ് വിചാരിക്കുമ്പോൾ നടക്കുകയുള്ളൂ. ബാക്കി എന്തൊക്കെ കൊട്ടിക്കൊഴിച്ചാലും ലാലു പ്രസാദും മുലായൊക്കെ എന്ത് പറഞ്ഞാലും മായാവതി എന്ത് പറഞ്ഞാലും അവിടെ അങ്ങനെ നടക്കൂ. അതാണ് രീതി. ട്രിവാൻഡ്രത്ത് ഇങ്ങനെ നടക്കൂ, അതാണ് നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മനസ്സിലായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കേണ്ട കാര്യം? എന്തുകൊണ്ടാണ് ഇത് വളരാത്തങ്ങൾ? ഏതാണ്ട് 100 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ പോലെ പട്ടിണി ദരിദ്ര രാജ്യമായ 50% പേര് അത്താഴപ്പട്ടിണിക്കാരായ അല്ലെങ്കിൽ നിരക്ഷരരായ 50% പേര് ദരിദ്രരായ ഒരു രാജ്യത്ത് ലോകം മുഴുവൻ പാലും തേനും ഒഴുക്കാം, സ്വർഗമാക്കാം എന്ന് പറയുന്ന ആദർശമുള്ള അടിത്തറയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് വളർന്നില്ല എന്നുള്ള ചോദ്യം. പൊന്ന് സഖാക്കളെ, ഞാൻ ഒരു സഖാവ് തന്നെയാണ്, അല്ലെങ്കിൽ സഖാവ് അനുഭാവിയാണ്. പൊന്ന് സഖാക്കൾ, നിങ്ങൾ നേതാക്കളോട് ചോദിക്കണം. സന്ദേശ സിനിമയിൽ
ശങ്കരായിട്ട് ചോദിക്കുമ്പോൾ എൻ്റെ ചേട്ടൻ എന്തുകൊണ്ട് തോറ്റു എന്നും പച്ച മലയാളത്തിൽ പറയാം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് 100 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ എല്ലാ ഇടതുപക്ഷ ചിന്താഗതിയും ഇന്ത്യയിൽ വളരാത്തത്? വ്യക്തമായ ചോദ്യമാണത്, ന്യായമായ ചോദ്യമാണത്. നിങ്ങൾ ചോദിക്കുന്ന നേതാക്കളുടെ മുന്നിൽ ചോദിക്കണം. 2 MP ഉണ്ടായിരുന്ന BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 100 വർഷം കിട്ടിയിട്ട് അത് 80-ലാണ്, 50 വർഷം പോലും ആയിട്ടില്ല. 80 പോയാൽ 45 വർഷം. നിങ്ങൾക്ക് 100 വർഷം കിട്ടി. നിങ്ങൾക്ക് എന്തുകൊണ്ടായി? ഇന്ത്യയിൽ പ്രധാന പ്രതിപക്ഷമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, AKജിയുടെ നേതാവായിരുന്നു. എത്ര സീറ്റ് ഉണ്ടായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ? എൻ്റെ അറിവ് ശരിയാണ്, 40 സീറ്റ് മറ്റുണ്ടായി, 28 അല്ല 40 സീറ്റുണ്ടായി. ഇന്ന് എത്ര ഉണ്ടാകുക എല്ലാ കമ്മ്യൂണിസ്റ്റ് കൂടി? എന്ത് സംഭവിച്ചു? ആ 2% ബ്രാഹ്മിൻസിൻ്റെ നിലനിൽപ്പും അവരുടെ അധികാരം നിലനിർത്താനും സുഖത്തിന് വേണ്ടി മാത്രമാണ് ഇത്രയും കാലം ഈ 2025 ജനുവരി 7-ാം തീയതി വരെയും ആണ്. ഇനിയൊരു മാറ്റം വന്നല്ല. നാളെ മുതൽ മാറ്റം വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെടും, ഇല്ലെങ്കിൽ അധോഗതിയാണ്. അതിനാവശ്യമില്ലാത്ത അന്ധമായ വ്യാകരണം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യമാണ്. അസുഖത്തിനാണ് ചികിത്സിക്കേണ്ടത്, അസുഖം അറിയാതെ ചികിത്സിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ അസുഖം എന്താണെന്ന് പോയാൽ നിങ്ങളെ 2% ബ്രാഹ്മിൻസിൻ്റെ കയ്യിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തു വരണം. കേരളത്തിൽ 10% 4 വിഭാഗത്തിലും പുറത്തു വരണം. ഈ 2 വിഭാഗത്തിലും പുറത്തു അവർക്കുള്ള മാന്യം അംഗീകാരം കൊടുത്തോ അവകാശം കൊടുത്തോ അതിലൊന്നും ഒരു കുഴപ്പമില്ല, അർഹതയുള്ളവരാണ്, ഒരു സംശയമില്ല. പക്ഷേ അത് കൊടുത്ത് ബാക്കിയുള്ള 80% 90% ഈ പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൊടുത്താൽ മാത്രമേ നിങ്ങൾ കേരളത്തിലും ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഏതാണ്ട് 50% ന്യൂനപക്ഷങ്ങളുടെ സപ്പോർട്ടില്ലാതെ BJPക്ക് കേരളം ഭരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അടിസ്ഥാന തത്വം ഉള്ളതുകൊണ്ടാണ് അവരിപ്പോൾ 10% ഉള്ളൂ. 16%-ൽ 6% ദളിത് ക്രിസ്ത്യാനിയാണ്. അത് ദളിത് തന്നെയാണ്. 10% ക്രിസ്ത്യാനി സപ്പോർട്ട് വഹിക്കുന്നത്. അതിൻ്റെ എന്തെല്ലാം അടവ് എന്തെല്ലാം അടവ്. അപ്പോൾ ആകെ ഒരു 10% ഉള്ളൂ ക്രിസ്ത്യൻ സമുദായത്തിലെ വോട്ട്, ഈ ജനസംഖ്യ. അത് എത്ര പേര് വോട്ടുണ്ടാവില്ല, 10% വോട്ടുള്ളൂ. അതിനുവേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരം അവർ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി പയ്യാണ് ചെയ്യുകയാണ്. BJPയുടെ അത് തന്നെയാണ്. എന്നിട്ട് എത്ര വോട്ട് കിട്ടുള്ളൂ? 10% ഉണ്ടെങ്കിൽ ഒരു 5% വോട്ടുള്ളൂ. ഈ 5% വോട്ട് കൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഭരിക്കാൻ പറ്റുമോ? കേരളം ഭരിക്കാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും BJPയോടും ചോദിക്കുകയാണ്, ഭരിക്കാൻ പറ്റുമോ? പക്ഷെ ഒന്നിനൊരു തള്ള്, ഇടിച്ചതിനെ അരിച്ചതുപോലെ എന്ന് പറയും പോലെ അവരുടെയും കൂടി സപ്പോർട്ട് ആവശ്യമാണ്. അത് കറക്റ്റാണ്. ദാറ്റ്സ് പോയിന്റ്. ജഡ്ജിയുടെ മുമ്പിൽ വക്കീൽ പറയും പോലെ ദാറ്റ്സ് പോയിന്റ്. അവരുടെയും കൂടി സപ്പോർട്ട് ആവശ്യമാണ്. ഓക്കെ, അത് ഡബിൾ കറക്റ്റാണ്. അല്ല, അവരുടെ സപ്പോർട്ട് മാത്രം അല്ലെങ്കിൽ എന്ത് വിട്ടു ചെയ്തും ഇപ്പോൾ 40% മുസ്ലിങ്ങളുടെ അകത്തിക്കൊണ്ട് ഈ 10% സപ്പോർട്ട് കിട്ടാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടില്ല, അവർ രക്ഷപ്പെടില്ല. പക്ഷേ അവരുടെ കൂടി സപ്പോർട്ട് എന്നുള്ള പ്രയോഗം ശരിയാണ്, അത് കറക്റ്റ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും പറയണത്, അപ്പോൾ നിങ്ങൾ ഈ 2% ബ്രാഹ്മണൻ്റെ കയ്യിൽ നിന്ന് എന്നാണ് CPM-നെ പുറത്തെടുക്കുക? നല്ലൊരു അവസരം കിട്ടിയാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഒരു നിമിഷം അതിന് പക്ഷേ 2 അവസരം കിട്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ. ഈ 2 സ്ഥലത്തും EMS സമ്മതിച്ചില്ല ജ്യോതിബാസുവാകാൻ. കാരണം EMS ബുദ്ധിരാക്ഷസനാണ്, ബ്രാഹ്മണനാണ്, നമ്പൂരിയാണ്, പാർട്ടി അവരെ ആജീവനാന്താണ്. എന്നിട്ട് എന്ത് EMS സപ്പോർട്ട് ചെയ്യാത്തത്? EMS സപ്പോർട്ട് ചെയ്യാത്ത പേരിലാണ് പിന്നെ ജ്യോതിബാസുവിന് പ്രധാനമന്ത്രി ആകാത്തത്. അത് പറഞ്ഞെന്നറിയോ? ഞാൻ പണ്ട് പറയാറുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊരു ഉമ്മായും മോളും വാപ്പായും ഉണ്ട്. ഈ കോഴിക്കറിയൊക്കെയാണ് ദിവസം വാപ്പ ഇങ്ങനെ പുറത്ത് ഇരിക്കുകയാണ്, ആ പഴയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. അവ അടുക്കളയിൽ നിന്ന് ഉമ്മ വിളിച്ചു പറയും, അവള് വാപ്പ കൊടുത്തു നോക്ക്, വാപ്പ തിന്നോന്നറിയില്ല. വാപ്പ പേര് പറയും, വേണ്ട എനിക്ക് വേണ്ട, നിങ്ങൾ എടുത്തു പറയും. അത് കൊടുക്കാൻ ഉദ്ദേശമില്ല. അതുപോലെ EMS കിട്ടാത്തത് ജ്യോതിബാസു വേണ്ട എന്ന രീതിയിൽ EMS ശരിക്കും പിടിച്ചൊരു പേരാണ് ആ നിമിഷം ഭരണം കിട്ടാൻ പോയത്. ഇന്ന് ഒരു നിമിഷമേലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ജ്യോതിബാസു അധികാരമേറ്റിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നില എന്തായിരുന്നു? അവർ റാങ്ക് എന്തായിരുന്നു? ഇത് വേറൊരു പ്രാവശ്യം ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞത്. ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ 2 ചാൻസ് ഉണ്ടായിരുന്നു, 2 പ്രാവശ്യം. അത് 2 ഉപയോഗിച്ചില്ല. നിങ്ങളാണോ ഇനി ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്? നിങ്ങളാണ് ഇനി കേരളം ഭരിക്കാൻ പോകുന്നത്? ഇത്രയും വലിയ തെറ്റ് പറ്റിയിട്ടും എന്തുകൊണ്ടാണ് ഈ 100 വർഷമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതികളുടെ പ്രസ്ഥാനം വളരാത്തതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചില്ലോ? ഏതെങ്കിലും പേര് പുസ്തകം എഴുതിയിട്ടുണ്ടോ? എനിക്ക് കൂടുതൽ വേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരൊന്നുമില്ല, പക്ഷെ കമ്മ്യൂണിസ്റ്റ് അനുഭവിയാണ്. പക്ഷെ എന്നാലും അങ്ങനെ അപകടം വരാൻ പാടില്ലല്ലോ, അത് ആപത്തല്ലേ. അതുപോലെ ഇന്ത്യയുടെ മുസ്ലിം ലീഗ് നിങ്ങൾക്ക് ഏതാണ്ട് 100 വർഷമായി
ഇത് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായില്ലേ? ഇപ്പോഴും ഈ പ്രശ്നത്തെ അല്ലെങ്കിൽ PC ജോർജ് നിലതൊക്കെ പറയാൻ കാരണം നിങ്ങളെ മുസ്ലിമിൻ്റെ വാക്ക് ഉപയോഗിക്കുന്നതാണ് മുസ്ലിം ലീഗെന്ന്. നിങ്ങളാ വാക്ക് ഉപയോഗിക്കില്ലേ? അത് കോമൺ ആണ്, ഒരു സമുദായത്തിൻ്റെ മൊത്തമുള്ള പേരാണ്, അത് സർവ്വനാമാണ്. നിങ്ങൾ സത്യനാമത്തിൽ പേരിടൂ. മുസ്ലിം എന്നുള്ള ഇന്ത്യയിൽ ലോകത്ത് ഒരു സർവ്വനാമാണ്, കോമൺ നെയിം, കോമൺ ഫാക്റ്റാണിത്. അത് മാറ്റി നിങ്ങൾ സത്യനാമത്തിൽ പറയൂ. ഞാൻ പണ്ട് വെള്ളാപ്പള്ളി നടേശനോടും സുകുമാരൻ നായർ സാറോടും പറഞ്ഞതാണ്, ന്യൂനപക്ഷങ്ങൾ മുഴുവൻ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സമ്മതിച്ചു. ഏത് ന്യൂനപക്ഷമാണ് നിങ്ങൾ പറയണം? ഇവിടെ ന്യൂനപക്ഷങ്ങൾ പലതുമുണ്ട്. മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ജൈനുണ്ട്, പാർസിയുണ്ട്, സിഖുണ്ട്, ജൂതരൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് ന്യൂനപക്ഷമാണ് കരുതാൻ പറയാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഈ സർവ്വനാമം പറഞ്ഞ് ഞങ്ങളെ കുറിച്ചാണെങ്കിൽ, ഞങ്ങളെ മുസ്ലിം കുറിച്ചാണെങ്കിൽ ഗവൺമെൻറ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞത് അവർക്ക് കിട്ടേണ്ട 12% സംവരണത്തിൽ അതിൽ പകുതി പോലും കിട്ടിയില്ല എന്ന് ഇപ്പോഴും കണക്കാതാണ്. അപ്പോൾ ഞങ്ങൾക്കല്ലെന്നറിയാം. പക്ഷെ ഞങ്ങളല്ലേ പിന്നെ ആര്? അത് നിങ്ങൾ ആരെന്ന് പറയണം. അതിന് സർവ്വനാമത്തിൽ പറയാതെ ശബ്ദനാമത്തിൽ പറയണം. ഇത് അതിൻ്റെ പേരിൽ പിന്നെ ആ വിഷയം അവർ രണ്ടുപേരും വേണ്ടിയിട്ടില്ല. ഇത് പുറത്തോക്കി പറയാൻ ആർക്കും ധൈര്യമുണ്ടോ? അതിങ്ങനെ എങ്ങനെയെങ്കിലും നായർ കാല് പിടിച്ച് അല്ലെങ്കിൽ ഈഴവൻ്റെ കാല് പിടിച്ച് ഒരു MLA ആക്കി നടക്കുന്ന നേതാക്കൾ ഇത് പറയില്ല. അവർക്കും താല്പര്യമില്ല. അവരുടെ വ്യക്തി താല്പര്യമുള്ളൂ. ഞങ്ങൾക്കല്ല, ഈ സമുദായത്തെയും സമൂഹത്തിനെയും ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിച്ചില്ല. ഇതിൽ വേറൊരു വൈകല്യം, മുസ്ലിം ലീഗിൻ്റെ കാര്യം പറഞ്ഞ വേറൊരു വൈകല്യം വേറുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ കുറേ വർഷമായിട്ട് അതിന് 90% മുസ്ലിം വോട്ടും കോൺഗ്രസിനാണ്, UDFനാണ്, അല്ലെങ്കിൽ പിന്നെ UPAക്കാണ്. ഇപ്പോഴുള്ള ഇന്ത്യ വന്നത്. ഇന്ത്യ പേര് തന്നെ ശരിയല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് 30 കോടിയോളം വരുന്ന ജനങ്ങൾ, 20% വരുന്ന മുസ്ലിങ്ങൾ ബ്ലോക്ക് വോട്ട് ചെയ്യുന്നത് പിന്നീട് രാഹുലിൻ്റെയും പ്രിയങ്കയും പാർട്ടിക്കാണ്. അതിൻ്റേത് എന്തെങ്കിലും പരിഗണനയുണ്ടോ? ഇപ്പോൾ ഇന്ന് നോക്ക്, 22% വിഭാഗത്തിൻ്റെ ആളാണ് ആര്? ഗാർഗെ. 2% ക്രിസ്ത്യൻ സമുദായത്തിന് ആളാണ് രാഹുൽ. ആ രാഹുലും ഗാർഗയും ഫേസ് ടു ഫേസ് അല്ല, ഫേസ് നിയർ ഫേസ് ആണ്. ഫേസ് ടു ഫേസ് ഇത് പരസ്പരം ചർച്ചയാണ്. അവരൊക്കെ ഇരിക്കുന്നത് ഫേസ് ടു ഫേസ് അല്ല, ഫേസ് നിയർ ഫേസ് ആണ്. ആ പുതിയ ഫ്രേസ് തന്നെയുണ്ട്. ഫേസ് ടു ഫേസ് അല്ല, ഫേസ് നിയർ ഫേസ്. ഇത് മുഖങ്ങൾ അടുത്തടുത്ത്. ഈയിടെ രാഹുലെ, നിങ്ങൾ 20% ഈ ഒരു വിഭാഗം ബ്ലോക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് ഒരാളെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഫേസ് നിയർ ഫേസ് ആയിട്ട് ഇരുത്താൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ അടുത്ത് കാണിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു മുസ്ലിം നാമധാരിയെ രാഹുലിനോട് ചോദിക്കുന്നത്, ഒരു മുസ്ലിം നാമധാരി 20% മുസ്ലിം വോട്ട് 20% മുസ്ലിങ്ങളുടെ രാജ്യത്ത് 99% വോട്ടും നിങ്ങൾക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. ഇന്ത്യ മുന്നണിക്ക്, ഇവിടെ UDFനും. എന്നിട്ട് നിങ്ങൾ ഫേസ് നിയർ ഫേസ് ആയിട്ട് ഒരാൾ കാണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സമയത്ത്. ഞാൻ ഇതെല്ലാം വീഴ്ചകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചിന്തയും വീഴ്ച മുഴുവൻ സാമൂഹ്യ നീതിക്ക് വേണ്ടിയാണ്. എല്ലാവർക്കും തുല്യ അവകാശം കിട്ടാൻ വേണ്ടിയാണ്. അതിൽ മുസ്ലിങ്ങൾക്കും കിട്ടണം. അതെൻ്റെ സമുദായമാണ്. എനിക്ക് എൻ്റെ സമുദായം കൂടി ബാധിക്കണം. കാരണം സ്വന്തം സമുദായത്തിൽ അടിസ്ഥാനം വേരില്ലാത്തതിന് ലോകത്ത് കൂടുതൽ വിജയിക്കില്ല. ഇപ്പോൾ MM ഹസനെ പോലെ സമുദായത്തിൽ വേരുണ്ടായില്ല. അതാണ് ഓടിപ്പാഞ്ഞ് അമ്പല തീർത്ഥാനം പോലും നടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ അധ്യായം. എനിക്കത് വേണ്ട. പക്ഷേ എനിക്കത് സമുദായം കൂടി നോക്കണം. അതുകൊണ്ട് ഞാൻ ബഹുജൻ സമാജ് പാർട്ടിയിലായിരുന്നപ്പോൾ എന്നെക്കുറിച്ച് ആരോപണമെന്നറിയോ, നിങ്ങൾ മുസ്ലിങ്ങൾക്ക് കൂടി വേണ്ടി വാദിക്കുന്നു എന്ന്. അതൊരു ദളിത് പാർട്ടിയാണ്. എങ്ങനെ? മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതല്ല, മുസ്ലിങ്ങൾക്ക് കൂടി വേണ്ടി വാദിക്കുന്നു. അതിനിപ്പോഴും പറയും, അപ്പോഴും പറയും, ഇനിയും പറയും. സാമൂഹ്യ നീതിയാണ്, എല്ലാവർക്കും തുല്യ നീതിയാണ്. അതിൽ മുസ്ലിമും പെടും, ദളിതൊക്കെ പെടും. അപ്പോൾ രാഹുൽ ചോദിക്കട്ടെ, നിങ്ങൾ ഇതുപോലെ അടുത്ത് ഇരുത്താവുന്ന, നിങ്ങൾ കർണാടകയിൽ വന്ന്, അവിടെ ശിവകുമാറുണ്ട്. കേരളത്തിൽ വന്ന് അവിടെ നിങ്ങൾക്ക് മറ്റേ മാധവനും കുതവനൊക്കെ ഉണ്ട്. ഈടും അറിയപ്പെടുന്ന ഒരു മുസ്ലിം നേതാവ്, കോൺഗ്രസ് നേതാവിനെ നിങ്ങൾ അടുത്ത് നിർത്താൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ നിങ്ങൾക്കത്? നിങ്ങൾ 20% വോട്ടൊക്കെ തരുന്നുണ്ടല്ലോ ബ്ലോക്കായിട്ട്, ബ്ലാങ്ക് ചെക്ക്. അതിനകത്ത് എന്തൊരു പരിഗണന സമുദായത്തിൽ കൊടുക്കണ്ടോ? ഇന്നലെ ഞാൻ പറഞ്ഞു, ഒരു ഷെമ മുഹമ്മദ് ഉണ്ടായിരുന്നു. അവരൊന്നും അന്തോണിയെ കൊണ്ട് ഇരുത്തിയില്ലേ? എന്നിട്ട് എന്തിട്ടായി കോൺഗ്രസ് എവിടെ എത്തി? ഇപ്പം രാഹുൽ ഗാന്ധി പ്രിയങ്കയുടെയും ഇവിടെ വയനാട് നിന്ന് മത്സരിച്ച് 4 ലക്ഷത്തിൽ വോട്ട് കിട്ടിയെന്നുള്ള അർമാദിച്ചല്ലോ. നിങ്ങൾ മല്ലനും മാധവനും പറഞ്ഞ പോലെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഡൽഹി തെരഞ്ഞെടുപ്പ് 70 സീറ്റാണ് ഉള്ളത്. അവിടെ നിങ്ങളൊരു 36 സീറ്റ് പിടിച്ച് ഭരണത്തിൽ പിടിക്കുക. അപ്പോൾ രാഹുലിൻ്റെയും പിന്നീട് ഗാർഗയുടെയും പിന്നെന്താണ്
രാഹുലിലേക്ക് 2 സീറ്റ് വരണം. അതൊക്കെ മനസ്സിലാക്കുക. എന്താണ് നിങ്ങൾ ഇദ്ദേഹം മനസ്സിലായത്? നിങ്ങൾക്ക് പോലും മനസ്സിലാകട്ടോ. അടുത്ത പ്രാവശ്യം UDF ഭരണം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം ആ ഷാഫി പറമ്പലിനെ അടുത്ത ജയിച്ച് മന്ത്രിസ്ഥാനം കൊടുക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഈ തട്ടിപ്പടുത്തിയത് ഇദ്ദേഹത്തെ പാർലമെന്റിലേക്ക് വിട്ടിരിക്കുന്നത്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഷാഫിക്ക് മനസ്സിലാകുന്നുണ്ടോ? ഷാഫിയുടെ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അടിയൊഴുക്ക് മനസ്സിലാക്കണം. അങ്ങനെ ഷാഫി ജയിച്ചു കഴിഞ്ഞാൽ ഒരു മന്ത്രിയാണ്. ആ മന്ത്രിസ്ഥാനം ഒഴിവാക്കാൻ വേണ്ടിയാണ്, കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ അവിടെ പറിച്ചു കൊണ്ടത്. അപ്പോൾ ആ മുരളിയും വെറുതെ നശിപ്പിച്ചു കളഞ്ഞ്. അപ്പോൾ ഒരു വെടിക്ക് 10 പക്ഷിയാണ്. ഷാഫി ഒതുക്കി, മുരളി ഒതുക്കി, മറ്റൊതുക്കി, മറിച്ചിനൊതുക്കി, എല്ലാം ഒതുക്കി എനിക്ക് മാത്രമായി. ഇതൊക്കെ മനസ്സിലാക്കാത്ത മലയാളികളല്ല ലോകത്തുള്ളത്, ഇന്ത്യയിലുള്ളത്, കേരളത്തിലുള്ളത്. അപ്പോൾ അവിടെ എന്താണ്